കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ സ്നാപക യോഹന്നാനെ വാഴ്ത്തിപ്പാടുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് യേശുനാഥൻ പറയുമ്പോൾ, ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ കർത്താവ് പറയുന്ന പ്രവാചകരിൽ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാൻ എന്നാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ സ്നാപക യോഹന്നാനെ ഇതുപോലെ വാഴ്ത്തിപ്പാടുന്നത്? കാരണം പ്രവാചക ഗണത്തിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. മറ്റ് പ്രവാചകരെല്ലാം രക്ഷകനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ രക്ഷകനെ കാണുവാനും മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി അത് സ്നാപക യോഹന്നാൻ ആണ്. സ്നാപക യോഹന്നാനെക്കുറിച്ച് കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു സുവിശേഷ ഭാഗത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ കാറ്റത്ത് അനങ്ങുന്ന ഒരു ഞാങ്ങണിയല്ല, ചലിക്കുന്ന ഒരു ഞാങ്ങണിയല്ല എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്നാപക യോഹന്നാൻ ഒത്തിരിയേറെ ബോധ്യങ്ങളുള്ള വ്യക്തിയാണ് എന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. കാരണം സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ ആരുടെ മുമ്പിലും സത്യം വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യം, ഹേറോദോസ് രാജാവിൻ്റെ ആ ശക്തിയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുവാൻ സ്നാപക യോഹന്നാന് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രവാചകന് ചേർന്ന എല്ലാം സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു ദൗത്യം സ്നാപക യോഹന്നാന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ കൃത്യതയോടെ നിർവഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്ന ആ വലിപ്പം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ വേറൊരുവൻ ഇല്ല എന്ന് എടുത്തു കാണിക്കുമ്പോൾ ഉടനെ തന്നെ കർത്താവ് ചേർക്കുന്ന ഒരു വചനമാണ്, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഇപ്രകാരം ഒരു പ്രസ്താവന അവിടെ നടത്തുന്നത്? ഒരു സൈഡിൽ സ്നാപക യോഹന്നാനെ വളരെ ഉയർന്ന വ്യക്തിയാണ് എന്ന് എടുത്തു കാണിക്കുമ്പോൾ തന്നെ അതേസമയം അതിനേക്കാൾ വലിയവരായിട്ട് നമ്മളെ എടുത്തു കാണിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ തീർച്ചയായും ഒരു ചൂണ്ടുപലകയായിട്ട് മാറിയ വ്യക്തിയാണ്. രക്ഷകനെ നമ്മുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സ്നാപക യോഹന്നാന് കഴിഞ്ഞു. അതാണ് സ്നാപക യോഹന്നാന് നൽകപ്പെട്ടിരുന്ന ദൗത്യവും. അത് വളരെ മനോഹരമായിട്ട് സ്നാപക യോഹന്നാൻ ചെയ്യുമ്പോഴും സ്നാപക യോഹന്നാന് ഉണ്ടായിരുന്ന ഒരു പോരായ്മ എന്നത് ദൈവസ്നേഹം എപ്രകാരമാണ് ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചില്ല. അതായത് കുരിശിലൂടെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം വരാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ സ്നാപക യോഹന്നാന് കഴിഞ്ഞില്ല. വൃക്ഷത്തിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് സ്നാപക യോഹന്നാൻ നമ്മളെ ഉദ്ഘോഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് എപ്രകാരമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്നാപക യോഹന്നാന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ മനുഷ്യാവതാരത്തിലൂടെ കുരിശിലാണ് പ്രകടമാക്കുന്നത്.
മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വപുത്രനെ തന്നെ നമുക്ക് വേണ്ടി നൽകുകയും ആ കുരിശിൻ്റെ മഹത്വത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും ചെയ്തു. സ്നാപക യോഹന്നാൻ പോലും പറയുന്നുണ്ട്, എൻ്റെ പുറകെ വരുന്നവൻ പരിശുദ്ധാരൂപിയിലായിരിക്കും നിങ്ങൾക്ക് സ്നാനം നൽകുന്നത്. പ്രിയമുള്ളവരെ, കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും പരിശുദ്ധാരൂപിയാൽ സ്നാനം സ്വീകരിക്കപ്പെട്ടവരാണ്. അതിനാൽ തന്നെ സ്വർഗരാജ്യത്തിലെ ചെറിയവരായ നമ്മൾ ഓരോരുത്തരും അവനേക്കാൾ വലിയവനായിട്ട് എണ്ണപ്പെടുന്നു. അത് അവസാനം നമ്മളെ പുകഴ്ത്തുന്നതിന് തുല്യമായിട്ട് മാറുകയാണ്. സ്നാപക യോഹന്നാനേക്കാൾ വലിയൊരു ദൗത്യം നമുക്ക് അതുവഴി കർത്താവ് നൽകിയിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ്റെ ദൗത്യം രക്ഷകനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വഹിക്കുക എന്നുള്ളതാണ്. നമ്മളിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ നമ്മൾ ഒരു ക്രിസ്തുവായിട്ട് മാറണം എന്നാണ് കർത്താവ് പറയുക. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റേതായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആഗമന കാലത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളിലൂടെ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവസ്നേഹം അത് കുരിശിലൂടെ വെളിവാക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും തിരിച്ചറിയുവാനുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.